ഹായ്, നമസ്കാരം. ആഡ് റൺ ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളിലൊന്ന് ഇതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ പേയ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന പേരൻസ് ഉണ്ട്. എന്നിട്ട് സാധാരണഗതിയിൽ ചോദ്യം വേറെ എങ്ങും പോകത്തില്ല. എന്നിട്ട് ആ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കും. യാതൊരു ക്ലാരിറ്റി ഇല്ലാത്ത കുട്ടികൾ ആ കുട്ടിക്ക് അനുയോജ്യമാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടും ഒരു കരിയറിലെത്താതെ അങ്ങനെ നിൽക്കും. അതേസമയം ഒരു കരിയർ കൗൺസിലറുടെ സേവനം തേടുന്ന സമയത്ത് അടുത്ത 15 വർഷം എങ്ങനെയാകണം എന്ന് പോലും കൃത്യതയോടുകൂടി എടുത്തു തരാൻ പറ്റും. ഏതാണ്ട് 3000-ലധികം കരിയർ ഓക്യുപ്പേഷൻസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കും. എങ്ങനെ പോകണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ മെച്ചപ്പെടണം, എങ്ങനെയാണ് നല്ലൊരു കരിയറിലേക്ക് എത്തേണ്ടത് എന്ന് ഏറ്റവും ആധുനികമായ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ചും ആവശ്യമല്ലേ. അപ്പോൾ അതിനുവേണ്ടി മുടക്കുന്ന പൈസ അതൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI തന്നെ ആണ് എന്ന് ചിന്തിക്കുകയും ഒരു കരിയർ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയും, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റഡീസൊക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഡീസിന് എക്സ്പേർട്ടായിട്ടുള്ള കരിയർ കൗൺസിലർ തന്നെ ചെയ്യുമ്പോൾ ഈ ഏജൻസിൻ്റെ മറ്റുള്ള കാര്യങ്ങളുടെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ കറക്റ്റ് സ്ഥലത്തെത്താൻ പറ്റും, കറക്റ്റ് കരിയറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ റൈറ്റ് ഡയറക്ഷൻ ക്ലാരിറ്റിയോടുകൂടി പോകണം. അപ്പോൾ നമുക്ക് ലൈഫ് കരിയറൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ബൈ കോൾ.